ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ 15ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ചാലിയാർ പുഴയുടെ തീരങ്ങളിലാകും 4 മേഖലകളിലായി തിരിഞ്ഞ് ഇന്ന് തെരച്ചിൽ നടക്കുക. NDRFും അഗ്നിശമന സേനയും SOGയുമാകും ദുഷ്കര മേഖലകളിലെ തെരച്ചിലിന് നേതൃത്വം നൽകുക. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 15ാം ദിവസവും വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചൂരൽമലയുടെ മറ്റ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരിക്കും ഇന്നും നടക്കുക. NDRF സേനാംഗങ്ങൾക്കൊപ്പം അഗ്നിശമന സേനാംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും ഈ തെരച്ചിൽ ദൌത്യത്തിന്റെ ഭാഗമാകും. കഴിഞ്ഞ ദിവസം 60 അംഗ സംഘമായിരുന്നു ചാലിയാർ പുഴയുടെ ഓരങ്ങളിൽ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയത്. സമാനമായ തരത്തിൽ കാണിയൻപാറ വനമേഖല അടക്കമുള്ള മേഖലകളിലായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക. ഇപ്പോൾ കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലെത്തിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം മേൽ നടപടികൾ സ്വീകരിച്ച് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ സ്ഥലത്തെത്തിച്ച് സംസ്കരിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. സ്വാഭാവികമായി ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടുള്ളതിനാൽ മൃതദേഹങ്ങൾ പലതും ജീർണിച്ച് അഴുകിയ അവസ്ഥയിലാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവ നേരിട്ട് സ്ട്രെച്ചറിൽ എടുത്ത് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈ വനമേഖലയിൽ മറ്റും തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് ഇത് എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലേക്ക് SKMJ സ്കൂൾ ഗ്രൌണ്ടിൽ എത്തിച്ച് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന മേൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം നടത്തിയ ജനകീയ തെരച്ചിലടക്കം പ്രധാനപ്പെട്ട മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ പൊതിഞ്ഞിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. സ്വാഭാവികമായി ഇനി എത്ര ദിവസം ഇങ്ങനെയൊരു തെരച്ചിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തെരച്ചിൽ മുമ്പോട്ട് തുടരുന്നത് എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരും മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളുമടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും വ്യാപകമായ ഒരു തെരച്ചിൽ അത് 6 സെക്ടറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 5 മേഖലകളിലേക്ക് തിരിച്ച് ആ 5 മേഖലകളിൽ മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതേ പരിശോധന തന്നെ ഇന്നും തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി സൈന്യത്തിന്റെ കൂടി എല്ലാ ഉദ്യോഗസ്ഥരും അടങ്ങിയിട്ടില്ല. ഭാഗികമായി അവിടെ ശേഷിക്കുന്ന ഉദ്യോഗസ്ഥരും ഈ ഒരു ഉദ്യമത്തിൽ ഈ NDRFന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെയും ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ വനമേഖലയിലടക്കം സാഹസികമായി ഇറങ്ങി മനുഷ്യർക്ക് നേരിട്ടങ്ങ് നടന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്ത് അവർ കൂടി എത്തിയാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ വയനാട്ടിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ എത്ര ദിവസം ഈ ദുഷ്കരമായ ദൌത്യം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആശങ്കയും ജില്ലാ ഭരണകൂടത്തിനും റവന്യൂ വകുപ്പിനുമൊക്കെയുണ്ട്. അതാണ് എന്തായാലും 15ാം ദിവസവും ആ തെരച്ചിൽ അങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. നിരവധി ആളുകൾ ക്യാമ്പിൽ പ്രതീക്ഷയോടെ കഴിയുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോഴും സഹായം വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് 18 ക്യാമ്പയിനിലടക്കം എത്ര കോളുകളാണ് വന്നത്. വയനാടിന് കൈത്താങ്ങാകാൻ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ തുകയാണെങ്കിലും ഞങ്ങളുടെ സഹായം കൂടി വയനാട്ടിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു വിളിച്ച കൂലിപ്പണിക്കാരായ നിരവധി ആളുകൾ അവർ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. വയനാടിന് കൈത്താങ്ങാകാൻ ഇടുക്കി 16ാം കണ്ടം സ്കൂളിലെ വിദ്യാർത്ഥികളും ക്യാമ്പയിൻ നടത്തി കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളുടെ ഉദ്യമത്തിൽ പങ്കാളികളാകും. 16ാം കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോഴുള്ളത്. വയനാട്ടിലെ ദുരിതങ്ങൾക്ക് സഹായവുമായി ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇവരും തയ്യാറാവുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതിനു മുമ്പ് അനുഭവമുണ്ട്. ഇവിടെ ഒരു ചെറിയ മലയിടിച്ചിലുണ്ട്. ഈ വാർത്ത വന്നപ്പോൾ മുതൽ കുട്ടികൾ ഒന്നിച്ച് നമുക്കും എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. കൊച്ചുകുട്ടികളാണ് എന്ന് പറഞ്ഞത്. നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലും കുഞ്ഞുങ്ങളാൽ കഴിയുന്ന അവരുടെ കൊച്ചു നിക്ഷേപങ്ങളും രക്ഷകർത്താക്കളോട് ചോദിക്കുന്ന നിക്ഷേപങ്ങളും അധ്യാപകരുടെ വിഹിതവും രക്ഷിതാക്കളുടെ വിഹിതവും പൂർവ്വ വിദ്യാർത്ഥികളുടെ വിഹിതവും ഒരു തീവ്രയജ്ഞ പരിപാടിയായി സംഘടിപ്പിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് സ്കൂളിന്റെ തീരുമാനം. നല്ലവരായ എല്ലാവരുടെയും സഹായം നമ്മൾ ആഗ്രഹിക്കുന്നു. കുട്ടികൾ അത് വയനാട്ടിലെ ദുരിതം നേരിട്ട് കണ്ട വിഷമം ഉൾക്കൊണ്ടുകയാണ്. അതൊരു പാഠമായി കുട്ടികൾക്ക് വന്നിരിക്കുകയാണ്. അവരോടൊപ്പം ചേർന്ന് സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങൾ ഇവരോടൊപ്പം ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. വയനാടിനൊപ്പം സർക്കാരിനൊപ്പം ഞങ്ങളും. വയനാടിന്റെ ദുരിതത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇവിടുന്ന് ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നതാണ്. GHS 16ാം കണ്ടം സ്കൂൾ
സഹായം ചെയ്യുന്നതാണ് സ്റ്റുഡൻസ്. വയനാടിനൊപ്പം വയനാടിനൊപ്പം ഉണ്ട്. അധ്യാപകരും കുട്ടികളും എല്ലാവരും JRC ഉണ്ട്. അതോടൊപ്പം എല്ലാ അധ്യാപകരും കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലുള്ള എല്ലാവരുടെയും സഹായത്തോടു കൂടി വയനാടിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളും ചെയ്യുന്നതാണ്. നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് 16 കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തരം ഒരു തീരുമാനത്തിൽ കുട്ടികളോടൊപ്പം ചേർന്ന് നാട്ടുകാരുടെയും PTA-യുടെയും അധ്യാപകരുടെയും മറ്റും എല്ലാ സഹകരണത്തോടു കൂടി ഇവിടെ ഈ ഒരു ചെറിയ മേഖലയിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന സഹായ സഹകരണങ്ങൾ കൂട്ടായി ചേർന്ന് സ്വരൂപിച്ച് ഗവൺമെന്റിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറെ ദുരന്തങ്ങളുണ്ടായ പെരിയാർ വാലിയും ഉപ്പുതോടുമൊക്കെ ഈ സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരിതത്തിന്റെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് ഇവിടെ അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാടിന് വേണ്ടിയിട്ടുള്ള ഈ സാഹസത്തിൽ പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളുമായിട്ട് ഇവരും നമ്മുടെ ഇടുക്കി ജില്ലാ ഭരണകൂടത്തോടൊപ്പം എത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇടുക്കി 16 കണ്ടത്തിൽ നിന്നും VK സ്റ്റാലിൻ, ന്യൂസ് 18.